Hi friends, welcome to my channel. Today we are going to make soya curry. Welcome to the video. ഞാനിവിടെ ഒരു 100 ഗ്രാം സോയ ചങ്ക്സ് എടുത്തിട്ടുണ്ട്. അത് 10 മിനിറ്റ് കുതിർക്കാനായിട്ട് വയ്ക്കാം. ചൂടുവെള്ളമാണ് ഇതിലേക്ക് ഒഴിക്കേണ്ടത്. നോർമൽ വാട്ടർ ഒഴിക്കരുത്, ചൂടുവെള്ളമാണ് ഒഴിക്കേണ്ടത്. 10 മിനിറ്റ് കുതിർക്കാനായിട്ട് വയ്ക്കാം. 10 മിനിറ്റ് ചൂടുവെള്ളം ഒഴിച്ച് കുതിർക്കാൻ വെച്ചിരുന്ന സോയയിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നോർമൽ വാട്ടർ 1 കപ്പ് ഒഴിച്ചതിന് ശേഷം ഇത് നന്നായി പിഴിഞ്ഞ് എടുക്കണം. ഇത് നന്നായിട്ട് ഞെക്കി പിഴിഞ്ഞ് ഇതിനകത്ത് വെള്ളം ഊറ്റിക്കളഞ്ഞതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കണം. സോയ ചങ്ക്സ് കറി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 100 ഗ്രാം സോയ ചങ്ക്സ് ആണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് വെള്ളത്തിലിട്ട് ചൂടാക്കി കഴുകി പിഴിഞ്ഞ് വെള്ളമെല്ലാം വറ്റിച്ച് എടുത്തു വെച്ചിട്ടുണ്ട്. 2 മീഡിയം സവാള ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞത്, 2 മീഡിയം സൈസ് ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. അത് അരിഞ്ഞ് കഷ്ണങ്ങളായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് ജസ്റ്റ് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ടൊമാറ്റോ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ ജ്യൂസി ടൈപ്പിലാക്കി എടുക്കുക. ഒരു 5 വെളുത്തുള്ളി അല്ലി ചതച്ചത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചത്, 2 ടേബിൾ സ്പൂൺ തൈര്, മല്ലിയില. സോയ ഫ്രൈ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയെടുക്കാം. പാൻ ചൂടായതിനു ശേഷം അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് രണ്ടും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം വൃത്തിയാക്കി വെച്ചിരിക്കുന്ന സോയ ഇട്ട് കൊടുക്കാം. സോയയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. മസാല നന്നായി പിടിച്ച് സോയ ഒന്ന് ഫ്രൈ ആയി വരുന്നതിന് വേണ്ടിയിട്ടാണിത്. മസാല എല്ലായിടത്തും ആവുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. സോയ ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി കോരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. സവാള വരട്ടിയെടുക്കാം. സവാള ഒന്ന് മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി, ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്നതുവരെ ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, നേരത്തെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ജീരകം അതും കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മളിട്ട പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പൊടികളുടെ എല്ലാം പച്ചമണം മാറിക്കഴിയുമ്പോൾ നേരത്തെ നമ്മൾ പേസ്റ്റാക്കി വെച്ചിരിക്കുന്ന ടൊമാറ്റോ ഒഴിച്ചു കൊടുക്കാം. ടൊമാറ്റോയും ചേർത്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ടൊമാറ്റോയും ചേർത്ത് നല്ലവണ്ണം വരട്ടിയതിന് ശേഷം അതിലേക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയില കൈകൊണ്ട് പിച്ചിട്ട് കൊടുക്കുക. അപ്പോഴത്തേക്ക് മല്ലിയിലയുടെ വാസന കറിയിലേക്ക് ഉണ്ടാവുകയുള്ളൂ. മല്ലിയിലയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തൈര് ചേർത്ത് കൊടുക്കുക. അതിൽ
തൈരും കൂടെ ചേർത്തതിന് ശേഷം എല്ലായിടത്തും നല്ലവണ്ണം തൈര് ആവുന്നതിന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. തൈര് നല്ലവണ്ണം ഉടഞ്ഞു ചേരുന്നതിന് വേണ്ടിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അടുത്തതായി 1 കപ്പ് നോർമൽ വാട്ടർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അടുത്തതായി നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സോയ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. സോയ ഇട്ടതിന് ശേഷം ഗ്രേവിയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഗ്രേവിയുടെ അളവ് കൂടുതൽ വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്യാം. ഞാനിവിടെ 1 കപ്പ് ചൂടുവെള്ളം കൂടെ ആഡ് ചെയ്യുകയാണ്. ചൂടുവെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വിടാം. ഇനി നമുക്ക് കറി 10 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം. 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. വളരെ സ്വാദിഷ്ടമായ സോയ ഇവിടെ റെഡിയായിട്ടുണ്ട്. ചപ്പാത്തി, അപ്പം, ചോറ് എന്നിവയുടെ കൂടെയെല്ലാം ഈ ഡിഷ് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.